നമ്മുടെ ഈ ചർച്ചയിൽ PC ജോർജ്, മുൻ ചീഫ് സെക്രട്ടറി ശ്രീ PC ജോർജ് കൂടി ചേരുന്നു. സ്വാഗതം ശ്രീ PC ജോർജ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, PV അൻവർ ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കളെ കാണാനായി പാണക്കാട്ടേക്ക് എത്തുന്നു. UDFിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ പറയുന്നത് PV അൻവറിനെ UDFിലേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ വലിയ നീക്കമാണ് നടത്തുന്നത്. മുസ്ലിം ലീഗ് വഴി UDFിലേക്ക് കയറി വരാനുള്ള ഒരു വഴി സൃഷ്ടിക്കുകയല്ലേ PV അൻവർ ഇപ്പോൾ ചെയ്യുന്നത്? ശ്രീ PC ജോർജ്. അതായത് ഞാൻ പറയുമ്പോൾ വർഗീയത എന്ന് കൂട്ടരുത്. മുസ്ലിം ആണോ അതെല്ലാം ഒന്ന്. എന്റെ ജീവിതത്തിൽ അനുഭവം വെച്ചാൽ പറയുന്നത് മുസ്ലിമിന് ഞാൻ ഇപ്പൊ അൻവർ പിണറായിയുടെ ഏറ്റവും വലിയ കച്ചവടക്കാരല്ലായിരുന്നു. പിണറായിയും അൻവറും ഒരു കട്ടിലേക്ക് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ തമ്മിൽ പണങ്ങിയത് എന്തിനാന്ന് ആർക്കും അറിയത്തില്ല. രണ്ടുപേരും പറയുന്നില്ലോ. എന്തിനാ പണങ്ങിയെന്ന് അൻവറും പറയുന്നില്ല, പിണറായിയും പറയുന്നില്ല. അൻവറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറസ്റ്റ് കുറ്റം പറയാൻ പറ്റുമോ? ഗവൺമെന്റ് സ്ഥാപനം എന്ന നിലയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് അടിച്ചു തകർത്ത് സ്വാഭാവികമായിട്ട് അറസ്റ്റ് ചെയ്യും. അതിപ്പോൾ ഞാൻ ചെയ്താൽ എന്നെ അറസ്റ്റ് ചെയ്യാം. അത് അറസ്റ്റ് നേതാൻ തയ്യാറായിട്ട് വേണം ഞാൻ അത് ചെയ്യാൻ. അൻവർ അതാണ് ചെയ്തത്. അതിന് അറസ്റ്റ് ചെയ്തപ്പോഴാണ് അൻവറിന്റെ വിഷമം. അതായത് പിണറായി കൊടുത്ത് നടന്നപ്പോൾ എന്ത് ഭൂകൃതം കാണിക്കാൻ ചോദ്യം ചെയ്യാൻ ആരില്ലായിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്തതെന്നുള്ളതാണ് അയാളുടെ പ്രശ്നം. പിന്നെ ഈ അൻവർ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ പാർട്ടി ചേർന്നപ്പോ നന്നായി. എന്താന്ന് ചോദിച്ചാൽ അയാളെ പറ്റിയതാ. കാരണം അയാള് മുസ്ലിമാണ്, യഥാർത്ഥ മുസ്ലിമാണ്. ഈ ദേശീയതയൊക്കെ പറയുന്ന അർത്ഥമില്ലെന്നും മുസ്ലിമാണെന്നുള്ള കാര്യം ഞാൻ പറയുമ്പോൾ പലർക്കും സംശയമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ഉദാഹരണം പറയാം. അവര് കേരളത്തിലെ മുസ്ലിം സമുദായം അത് രാഷ്ട്രീയം വിട്ട് ഇവരെല്ലാം ഒന്നിച്ചിട്ടുണ്ട്. ഒന്നിച്ചെന്ന് പറയും ഒരു സമ്മതിക്കണം. ഞാൻ പറയുമ്പോൾ എന്നെ മൂത്ത് കയറാൻ വരിക. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കും, പാലക്കാട് ഇലക്ഷൻ, എന്റെ അനുഭവം പൂഞ്ഞാർ ഇലക്ഷനാണ്. പൂഞ്ഞാർ ഇലക്ഷന് മുഴുവൻ മുസ്ലിമും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നിട്ടും കോൺഗ്രസ്സുകാർ, ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നിട്ട് ഇടതുപക്ഷം, എല്ലാം ഒറ്റക്കെട്ടായിട്ട് എനിക്ക് ഇതിനെ വോട്ട് ചെയ്യായിരുന്നു. എന്നാ കാര്യം? മുസ്ലിം എന്നിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു, മുസ്ലിങ്ങൾ ഞങ്ങൾ ഒന്നിച്ചാൽ ശക്തി എന്താണ് നിങ്ങൾ പരീക്ഷിക്കുകയാണെന്നാണ് പറഞ്ഞു. പാലക്കാട്ട് എന്താ നടന്നത്? അടുത്ത തൊടുപുഴ എന്നോട് അവരന്ന് പറഞ്ഞത്. ഈ പാലക്കാട്ട് എന്ത് നടന്നു? പാലക്കാട്ട് 44,000 മുസ്ലിങ്ങൾ വോട്ടുണ്ട്. 44,000 വോട്ട് UDF കൊടുത്തു. എന്താ കാര്യം? UDF ജയിപ്പിക്കാൻ തീരുമാനിച്ചവര് BJP തോപ്പിക്കണം, അല്ലെങ്കിൽ BJP ജയിക്കുന്നവർക്കറിയാം. അപ്പൊ ആ 44,000 അത് കുഞ്ഞാലിക്കുട്ടിയും KT ജലീലും ഒരുമിച്ചിരിക്കുന്ന പടം വന്നില്ലേ? KT ജലീലും കുഞ്ഞാലിക്കുട്ടി SDPIയും PDPയും എന്ന് വെച്ചാൽ എല്ലാ മുസ്ലിം സംഘടന, ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെ നിരോധിത സംഘടനപ്പെട്ട മുസ്ലിം സംഘടന ഉൾപ്പെടെ ആളുകൾ ഒരുമിച്ച് ഒരു മുറിയിൽ നിന്ന് ആലോചിച്ചിട്ട് ഇലക്ഷൻ 3 ദിവസം മുമ്പ് ആലോചിച്ചിട്ടാണ് അവിടെ UDF സ്ഥാനാർത്ഥി ജയിപ്പിച്ചത്. ഈ വർഗീയത തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് അൻവർ ഇപ്പം മുസ്ലിം ലീഗിന്റെ അവിടെ പോകുന്നതിനകത്ത് ഒരു അത്ഭുതവും ഇല്ല. നേരത്തെ നേരെ മനസ്സ് അവിടെയാണ് എന്ന് വിശ്വസിക്കുന്നതിനെ. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിമാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അതായിരിക്കും മുന്നോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എല്ലാവർക്കും അഭികാമ്യം എന്ന അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ PC ജോർജ്, അതേപോലെ തന്നെ ഈ PV അൻവർ UDFിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഉള്ള SDPI ബന്ധം അല്ലെങ്കിൽ മറ്റ് മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി ഉള്ള PV അൻവറിൻ്റെ ബന്ധം, അത്തരത്തിൽ ഉള്ള ബന്ധം UDF അത് വോട്ടാക്കി മാറ്റാമെന്ന് അവർ കരുതുന്നുണ്ടല്ലോ. അങ്ങനെ അമിതമായ മുസ്ലിം തീവ്രവാദികളുടെ അല്ലെങ്കിൽ കൂടുതൽ തീവ്ര നിലപാടുള്ളവരുടെ കൂടി പിന്തുണ വാങ്ങിയാൽ അടുത്ത തവണ ഭരണത്തിലേക്ക് എത്താം എന്നുള്ള ഒരു കണക്കുകൂട്ടലായിരിക്കുമോ അവർക്ക് ഉള്ളത്? ശ്രീ PC ജോർജ്. അല്ലേ, അതാണെന്ന് ഉറപ്പാണല്ലോ. അതായത് തീവ്രവാദം എന്തൊന്നും പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഭരണം വേണം, ഞങ്ങൾക്ക് കൈയിട്ട് ഭരണം, കേരളത്തെ കൊള്ളയടിക്കണം. കേരളം ഇനി കൊള്ളയടിക്കാൻ എന്തിരിക്കും? എല്ലാം തീർന്നില്ലേ? ഈ കേരളത്തിൽ വല്ലതും ഉണ്ടോ? ഇനി 5,60,000 കോടി രൂപ കടത്തി വെക്കുന്ന കേരള സംസ്ഥാനത്ത് ഇനി എന്നാ സമ്പാദിക്കാൻ? കാട്ട് മുടിച്ച് തേച്ച് വായിച്ച് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ഇവന്മാർ വന്നിട്ട് തന്നെ കാര്യം? ഇവന്മാർ എവിടുന്ന് വരാൻ? വന്നിട്ട് എന്ത് കാര്യം? അതെല്ലാം പിണറായി വിജയൻ ചിരിച്ചോണ്ടല്ലോ ഇതിനെ കാണുന്നത്. എന്താ കാര്യം? പിണറായി വിജയൻ എവിടം വരെ പോകുന്നു? ഈ വർഗീയവാദികളെ കൂട്ടായ്മ ഈ കോൺഗ്രസ് ഉപേക്ഷിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെയും കഷ്ടകാലം. കോൺഗ്രസ് ഇപ്പൊ നിലനിൽപ്പിന് വേണ്ടി ഇപ്പം ഈ മുസ്ലിം തീവ്രവാദികൾക്ക് കൂടേണ്ട ഗതിയാണ്. പക്ഷെ എങ്കിലും ആ അഭിപ്രായത്തോട് എതിർപ്പുള്ള അനേകം ദേശീയവാദികളായ കോൺഗ്രസ്സുകാരുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ പ്രതികരണം എന്താണെന്ന് പരിശോധിക്കാം. ഏതായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ട്. BJP ശക്തമായി മുന്നോട്ട് വരും, യാതൊരു സംശയം വേണ്ട. ഈ കള്ളക്കച്ചവടം എല്ലാം ഞങ്ങൾ അവസാനിപ്പിച്ചെടുക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവരും കാണാനുള്ള അവസരം ഉണ്ടാവും. വളരെയധികം നന്ദി ശ്രീ PC ജോർജ്. അദ്ദേഹം BJP നേതാവാണ്, മുൻ ചീഫ് വിപ്പ് കൂടിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്.